നരേന്ദ്രമോദി സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോട്ടയത്ത് ബിജെപി സംഘടിപ്പിച്ച ബഹുജന ഐക്യദാർഢ്യ റാലിയിൽ മുൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ കാണാം. വരുന്ന ക്വസ്റ്റ്യനുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെലഗ്രാമിൽ അത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അകത്ത് കുഴപ്പമുണ്ട് എന്ന് ചില പ്രൊഫസർമാരുണ്ട് എന്ന് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മെയ് മാസം 12-ാം തീയതി തന്നെ നീറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു. മാത്രമല്ല, ഇവനെയെല്ലാം പിടിച്ച് ജയിലിലിട്ടു. എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടു. കമ്മിറ്റി വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷന് വേണ്ടി കാത്തിരുന്നു. അതോടൊപ്പം തന്നെ നിയമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ മാത്രമേ ആ നിയമം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. കോച്ചിങ് സെന്ററുകൾക്ക് കടിഞ്ഞാണിടണം. നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നോർത്ത് ഇന്ത്യയിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ പോകണ്ട, കോച്ചിങ് സെന്ററിലേക്കാണ് പോകുന്നത്. ആ പരിപാടി അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള നിയന്ത്രണങ്ങൾ വേണം. അതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു. ഈ കോക്രോച്ച് എന്ന് പറയുന്ന പാറ്റ എന്നുള്ള പദം ഈ മെയ് മാസം 12-ാം തീയതി ഒന്നും ഇല്ല, എവിടെയെങ്കിലും ഇല്ല. മെയ് മാസം 15-ാം തീയതിയാണ് ചീഫ് ജസ്റ്റിസ് CJI, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, യുവാക്കളായിട്ടുള്ള അഭിഭാഷകര് കൃത്രിമം കാണിക്കുന്നു എന്നതിൻ്റെ പേരിൽ അവരെ അദ്ദേഹം ശാസിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് ഈ കോക്രോച്ച് എന്നുള്ള പദം വരുന്നത്. മെയ് മാസം